എന്റെ മോളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പഞ്ചപാവം മോളായിരുന്നു എന്റെ മോക്ക് എന്തായാലും നീ വാങ്ങി തരണം. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ആ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ എനിക്കറിയില്ല അവരുടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനി അയാള് ഡോക്ടറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മനുഷ്യരുടെ ജീവനായിരിക്കും അയാളുടെ കയ്യിൽ കിടന്ന് പൊലിയാന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഇനി അങ്ങനെ ചെയ്യാതിരിക്കുമോ? അപ്പൊ എന്റെ നല്ലവരായ കുറേ ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളോടുകൂടി പറയുവാണ്, നിങ്ങൾക്ക് കൗൺസിൽ, എനിക്കറിയില്ല നിങ്ങളുടെ അസോസിയേഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പുള്ളിനെ ഇനി ഒരിക്കലും അതിലൊന്നും ഉൾപ്പെടുത്തരുത്. എൻ്റെ മോക്ക് നീതി വാങ്ങി തരണം. എൻ്റെ മോളെ ആളൊന്ന് ആ വണ്ടി ഒന്ന് നിർത്തി എൻ്റെ മോളൊന്ന് ഹോസ്പിറ്റലിൽ കാണാൻ പോലുള്ള മനസ്സ് കാണിച്ചില്ല. ഒന്ന് നീതി എനിക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എൻ്റെ കുഞ്ഞു മക്കള്, എൻ്റെ ലിയാമോളുടെ കൂട്ടുകാര്, അവരുടെ എല്ലാവരുടെയും ആഗ്രഹം അത് അവർക്ക് നീതി വേണമെന്ന്. അതുങ്ങൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അവൾ അഡ്മിറ്റ് ചെയ്തെന്ന് അവരവിടെ നിൽക്കുക, ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. അപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ മോക്ക് എന്തായാലും നീതി കിട്ടണം. എങ്കിലും എൻ്റെ മോക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാവം കുഞ്ഞായിരുന്നു. എന്തോരം സ്വപ്നമായിരുന്നു എന്നറിയോ, എന്തോരം സ്വപ്നം.